Hi dear students, good morning. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ അടുത്ത വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. വീഡിയോ ഡിസ്പ്ലേ എല്ലാം തന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. വീഡിയോ ഡിസ്പ്ലേയുടെ മെയിനായിട്ട് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ, റാൻഡം സ്കാൻ ഡിസ്പ്ലേ, CRT ഇത് മൂന്നും മനസ്സിലാക്കി. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്ത് വരുന്നത്. CRT മോണിറ്ററിൽ കളർ മോണിറ്റർ വരുന്ന കളർ CRT മോണിറ്റർ, അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് കളേഴ്സ് വരുന്നത്. മറ്റേതാണെങ്കിൽ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, വെറും ബ്ലാക്കും വൈറ്റും മാത്രമേ വന്നിരുന്നുള്ളൂ. അതേസമയം കളേഴ്സ് വരാൻ തുടങ്ങിയതോടു കൂടിയുള്ള CRTയിലെ ചേഞ്ചുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. കളർ CRT എന്ന് പറയുമ്പോൾ മെയിനായിട്ടും അതിൽ ഫോസ്ഫോസിൻ്റെ കോമ്പിനേഷനാണ്. ഇലക്ട്രോൺ ബീം തട്ടുമ്പോഴുള്ള കളേഴ്സിൻ്റെ എമിഷനാണ് മെയിനായിട്ട് ഇതിൽ നടക്കുന്നത്. രണ്ട് തരത്തിലാണ് കളർ CRTയിലെ പ്രവർത്തനം നടക്കുന്നത്. രണ്ട് തരം അപ്രോച്ചായിട്ടാണ്. ഒന്ന് ബീം പെനിട്രേഷൻ മെത്തേഡും ഷാഡോ മാസ്ക് മെത്തേഡും. The CRT monitor display by using a combination of phosphors. The phosphors are different colors. That are two popular approaches for producing color displays with a CRT are beam penetration method and shadow mask method. ഇനി എന്താണ് beam penetration method? The beam penetration method has been used with random scan monitors. Random scan monitor നമ്മൾ പഠിച്ചതാണ്. റാൻഡം സ്കാൻ മോണിറ്റേഴ്സിലാണ് ബീം പെനിട്രേഷൻ മെത്തേഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ എന്താ പറയുന്നത് വെച്ചാൽ ഫോസ്ഫോസിൻ്റെ 2 ലെയറാണ് ഉണ്ടാവുക. ഈ CRTൻ്റെ സ്ക്രീന് 2 ലെയർ ഫോസ്ഫോസ് കോട്ട് ചെയ്തിട്ടുള്ളതാവും. ഒന്ന് റെഡും മറ്റേത് ഗ്രീനും. ഈ 2 കളേഴ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണിൻ്റെ പാസിങ്ങിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് കളേഴ്സിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക. ചില സമയത്ത് പച്ചയായിരിക്കും, ചില സമയത്ത് റെഡായിട്ട് വരും. ആ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ മുൻകാലഘട്ടത്തിൽ ഇപ്പോഴത്തെ TV-യിലൊന്നും കാണാൻ കഴിയാറില്ല. പ്രശ്നങ്ങളിൽ തടസ്സങ്ങളൊക്കെ നേരിടുമ്പോൾ കാണാം ചില ചുവപ്പ് ലൈനായിട്ട് അല്ലെങ്കിൽ പച്ച കളറിലൊക്കെ ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ പോണ പോലെ തോന്നും. ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഷെയ്ഡായിട്ട് ഇങ്ങനെ കളേഴ്സ് കാണാം. അതിന് മെയിനായിട്ട് പച്ചയും ചുവപ്പും ആണ് കൂടുതലായിട്ട് കാണാറ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമൊക്കെ കാണുന്ന ടൈമിൽ പണ്ടത്തെ ടൈപ്പ് TV-കളിൽ കാണാറുണ്ട്. The beam penetration method has been used with random scan monitors. In this method, the CRT skin is coated with 2 layers of phosphors, red and green, and the displayed color depends on how far the electron beam penetrates the phosphor layers. This method produces 4 colors only. ഈ റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ. ആ റെഡും ഗ്രീനും കൊണ്ട് മാക്സിമം ഉണ്ടാക്കാവുന്നത് 4 കളേഴ്സാണ്. ഒന്ന് റെഡ്, ഒന്ന് ഗ്രീന്, പിന്നെ കഴിയുക ഓറഞ്ചും യെല്ലോയും. അതുകൊണ്ട് 4 കളേഴ്സ് മാത്രമേ ഈ ഒരു ബീം പെനിട്രേഷൻ മെത്തേഡ് കൊണ്ട് കഴിയുകയുള്ളൂ. എ ബീം ഓഫ് സ്ലോ ഇലക്ട്രോൺ എക്സിസ്റ്റ് ദ ഔട്ടർ റെഡ് ലെയർ ഓൺലി. അതായത് സ്ലോ ഇലക്ട്രോൺസ്, അതായത് പതുക്കെ വരുന്ന ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പുറത്തുള്ള റെഡിൻ്റെ ഔട്ടർ ലെയറിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്രീന് റെഡ് കളറിലാണ് കാണുക. അതേസമയം ഹൈ സ്പീഡ് ഇലക്ട്രോൺ ബിറ്റ് ചെയ്യുമ്പോൾ അത് ഗ്രീൻ ലെയറിൽ തട്ടുകയും ഗ്രീൻ നിറമായിട്ട് സ്ക്രീന് കാണാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ 2 തരത്തിലാണ്. ഔട്ടർ ലെയർ റെഡും ഇന്നർ ലെയർ ഗ്രീനും. അപ്പോൾ സ്ലോ ഇലക്ട്രോൺ മോഷനാണ് നടക്കുന്നതെങ്കിൽ റെഡ് കളറിലും, ഹൈ ഇലക്ട്രോൺ ബീം പെനിട്രേഷനാണ് നടക്കുന്നതെങ്കിൽ ഗ്രീൻ കളറിലുമാണ് സ്ക്രീന് കാണാൻ കഴിയുക. ഈ 2 കളർ കൂടാതെ പിന്നെ യെല്ലോയും ഓറഞ്ചും മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന് ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഔട്ടർ എന്ന് പറഞ്ഞത് റെഡ് ഫോസ്ഫറസ് കോട്ടിംഗ് ആണ്. ഇതാണ് റെഡ് ഫോസ്ഫറസ് കോട്ടിംഗ് ഔട്ടർ.
ആ സമയം ഇന്നറിലാണ് ഗ്രീൻ ഫോസ്ഫറസ് കോട്ടിങ്, ഈ ഉള്ളിൽ വരുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഔട്ടർ ആയതുകൊണ്ട് തന്നെ, ഈ റെഡ് ഔട്ടർ ആയതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് വരുന്ന ഇലക്ട്രോൺ ബീംസ് എല്ലാം തന്നെ ഇതിലാണ് ഹിറ്റ് ചെയ്യുക. അപ്പോൾ റെഡ് കളറിലാണ് കാണാൻ പറ്റുക. അതേസമയം ഹൈ സ്പീഡാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിലോട്ട് ഹിറ്റ് ചെയ്യും, അങ്ങനെ ഗ്രീൻ കളറിൽ കാണാൻ കഴിയും. അതാണ് പറയുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജുകളാണ് കൂടുതലുള്ളത്. കാരണം 4 കളർ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. വേറെ കളറുകളൊന്നും കാണാൻ കഴിയില്ല. പിന്നെ അത് മാത്രമല്ല, പിക്ചറിൻ്റെ ക്വാളിറ്റി വളരെ കുറവാകും. ക്വാളിറ്റി വളരെ കുറവാണ് മറ്റുള്ള മെത്തേഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ബീം പെനിട്രേഷൻ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് ഷാഡോ മാസ്ക് മെത്തേഡ്. ഇതും ഒരു കളർ മോണിറ്റർ CRTയിലെ മെത്തേഡാണ്. ഷാഡോ മാസ്ക് മെത്തേഡും തന്നെ റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഷാഡോ മാസ്ക് മെത്തേഡ്. ബിക്കോസ് ദേ പ്രൊഡ്യൂസ് എ മച്ച് വൈഡർ റേഞ്ച് ഓഫ് കളേഴ്സ് ദാൻ ദ ബീം പെനിട്രേഷൻ മെത്തേഡ്. ഇറ്റ് യൂസ് ഇൻ ദ മെജോറിറ്റി ഓഫ് കളർ TV സെറ്റ്സ് ആൻഡ് മോണിറ്റർ. കോമൺ ആയിട്ട് കളർ TVയിലും പിന്നെ മോണിറ്റേഴ്സിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഷാഡോ മാസ്ക് മെത്തേഡ്. എങ്ങനെയാണ് ഷാഡോ മാസ്ക് മെത്തേഡിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് നോക്കാം. 3 ലൈറ്റാണുള്ളത്. ഒന്ന് റെഡ്, ഗ്രീന്, ബ്ലൂ. അതായത് നമ്മുടെ പ്രൈമറി കളേഴ്സ് 3 ഷാഡോ മാസ്ക് CRT മൂവ് 3 ഫോസ്ഫോസ് കളർ ഡോട്ട്. മറ്റേ 2 ഉണ്ടാകുന്നുള്ളൂ, റെഡും ഗ്രീനും. 1 ഫോസ്ഫോർ ഡോട്ട് മീൻസ് റെഡ് ലൈറ്റ്. 1 റെഡ് ലൈറ്റ്, 2 ഗ്രീൻ ലൈറ്റ്, 3 ബ്ലൂ ലൈറ്റ്. ദിസ് ടൈപ്പ് ഓഫ് CRT ഹാസ് 3 ഇലക്ട്രോൺ ഗൺ. ഇങ്ങനെയുള്ള CRTക്ക് 3 ഇലക്ട്രോൺ ഗണ്ണാണ് ഉള്ളത്. 1 ഫോർ ഈച്ച് കളർ ഡോട്ട് ആൻഡ് ഷാഡോ മാസ്ക് ജസ്റ്റ് ബിഹൈൻഡ് ദ ഫോസ്ഫർ കോട്ടഡ് കളർ. ഷാഡോ മാസ്കിന് മുകളിലുള്ള കളറിനനുസരിച്ചിട്ടാണ് ഓരോ ഡോട്ടും പ്രവർത്തിക്കുന്നത്. ഷാഡോ മാസ്ക് ഗ്രിഡ് ഈസ് പിയേഴ്സ്ഡ് വിത്ത് സ്മോൾ റൗണ്ട് ഹോൾസ് ഇൻ എ ട്രയാങ്കുലർ പാറ്റേൺ. ട്രയാങ്കുലർ പാറ്റേണിലുള്ള ഗ്രിഡിലേക്ക് ഷാഡോ മാസ്ക് ഗ്രിഡ് എന്ത് ചെയ്യും, സ്മോൾ റൗണ്ട് ഹോൾസ്. അതായത് നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. സ്മോൾ റൗണ്ടുകൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ചിത്രം വരിക. ഫിഗർ ഷോസ് ഡെൽറ്റ ഷാഡോ മാസ്ക് മെത്തേഡ്. ഇതിന് പറഞ്ഞാൽ ഡെൽറ്റ ഷാഡോ മാസ്ക് മെത്തേഡ് എന്ന് കളർ CRT സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഫിഗറാണ് കണ്ട്. റെഡ് ഗണ്ണുണ്ട്, റെഡ് ഗൺ, ഗ്രീൻ ഗൺ, ബ്ലൂ ഗൺ. അപ്പോൾ ഈ 3 ഇലക്ട്രോണുകളും ബീമുകളും പാസ് ചെയ്യുമ്പോൾ ഇതാണ് ഷാഡോ മാസ്ക്. ഷാഡോ മാസ്ക് ഫിഗർ വരയ്ക്കണം. നോട്ട് എഴുതുന്ന സമയത്ത് എന്തായാലും തന്നെ ഫിഗർ വരയ്ക്കണം, എന്നാലേ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഷാഡോ മാസ്ക് വഴി ഇതാണ് ഫോസ്ഫർ ഡോട്ട്സുകൾ. അപ്പോൾ അതിലോട്ട് കളർ പാസ് ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കും. അതേ പ്രവർത്തനം തന്നെയാണ് വേറെ ഡയമെൻഷനിൽ കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ കൊടുത്ത റെഡ് ഗണ്ണ്, റെഡ് ഫോസ്ഫർ, ഗ്രീൻ ഫോസ്ഫർ, ബ്ലൂ, അങ്ങനെ എല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും. അതായത് ഈ 3 ഗണ്ണിലൂടെയും ഷാഡോ മാസ്കിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. 2 തരം വർക്കിംഗ് ഉള്ളത്. ട്രയാഡ് അറേഞ്ച്മെൻറ്റും ഒന്ന് ഇൻലൈൻ അറേഞ്ച്മെൻറ്റ്. ട്രയാഡ് അറേഞ്ച് പറയുമ്പോൾ ഈ ത്രികോണാകൃതിയിലുള്ള ഷേപ്പിൽ കളേഴ്സ് അറേഞ്ച് ചെയ്യലാണ്. ഇൻലൈൻ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ നിരക്കി വെച്ചുകൊണ്ടുള്ള അറേഞ്ച്മെൻറ്റാണ്. അതായത് ഇതാണ് ട്രയാഡ്, ഇതാണ് ഇൻലൈൻ. ചിത്രം ആദ്യം കാണിച്ചതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ട്രയാഡ് അറേഞ്ച്മെൻറ്റ് നോക്കാം. ട്രയാഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ഗൺസ്. റെഡ്, ഗ്രീനും ബ്ലൂ ഗൺസിന് ട്രയാഡ് അറേഞ്ച്മെൻറ്റ്. ദ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഓഫ് CRT ഓപ്പറേറ്റ്സ് ഓഫ്
on all three electron beams simultaneously. The electron beam are deflected and focused as a group into the shadow mask, which contains a sequence of holes aligned with the phosphor dot pattern. ഇത് സംഭവം തന്നെ പറഞ്ഞ ഇലക്ട്രോൺ ട്രയാങ്കിൾ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ട് ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ ഷാഡോ മാസ്ക് മെത്തേഡിലൂടെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, പാസ് ചെയ്യുമ്പോൾ ഫോസ്ഫർ ഡോട്ടിൽ തട്ടിയിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യും. When the three beams passes through a hollow in the shadow mask, they activate a dotted triangle which occurs as a small color spot on the screen. When the three beams passes through a hole in a shadow mask, they activate a dotted triangle which occurs as a small color spot on the screen. ഈ 3 ബീമുകളും അതായത് റെഡ് ഗ്രീന് മുഴുവൻ പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതായത് പാസ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവും. ഫോസ്ഫറസ് കോട്ടൺ സ്ക്രീൻ ഷാഡോ മാസ്കിനുള്ളിലൂടെ പാസ് ചെയ്യുമ്പോൾ സ്ക്രീൻ ആക്റ്റീവ് ആവുകയും അതിനനുസരിച്ചുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. അടുത്ത ഇൻലൈൻ അറേഞ്ച്മെൻ്റ് ആണ്. അനദർ കോൺഫിഗറേഷൻ ഫോർ 3 ഇലക്ട്രോൺ ഗൺ ഇസ് എ ഇൻലൈൻ അറേഞ്ച്മെൻറ്റ് in which 3 electron guns and corresponding red green dots on the screen. They are aligned on the scan line rather than in a triangular pattern. നമ്മൾ ട്രയാഡ് മെത്തേഡ് ട്രയാങ്കുലർ പാറ്റേണിൽ റെഡ് ഗ്രീൻ ബ്ലൂ അറേഞ്ച് ചെയ്തതിന് പകരം ഇൻലൈനായിട്ടാണ് ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദിസ് ഇൻലൈൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഗൺ ഈസ് ഈസിയർ ടു കീപ് ഇൻ അലൈൻമെൻറ്റ് ആൻഡ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഹൈ റെസൊല്യൂഷൻ കാൾസിയാറ്റ്. ഈ ഇൻലൈൻ അലൈൻമെൻറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ട്രയാഡ് അറേഞ്ച്മെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാണ്. ഹൈ റെസൊല്യൂഷൻ കളർ CRTകളെല്ലാം തന്നെ ഈ ടെക്നോളജിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ചിത്രമാണിത്. ഇതാണ് ട്രയാഡാണ്, ട്രയാങ്കുലർ ഷേപ്പിൽ എന്ന് പറയുന്നത്. മറ്റത് ഇൻലൈൻ അറേഞ്ച്മെൻറ്റ്. ഇനി എന്തൊക്കെയാണ് ഷാഡോ മാസ്ക് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. റിയലിസ്റ്റിക് ഇമേജാണ്. മില്യൺ ഡിഫറെൻറ്റ് കളേഴ്സ് ടു ബി ജനറേറ്റ്. ഇത്ര കളർ വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഷാഡോ സീൻസ് ആർ പോസിബിൾ. ഷാഡോ സീൻസ് പോസിബിളാണ്, ചെയ്യാൻ കഴിയും. ഇനി ഡിസഡ്വാൻറ്റേജ് റിലേറ്റീവ് എക്സ്പെൻസ് കൂടുതലാണ്. മറ്റുള്ള മോണോക്രോം CRTകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്യാഷ് കൂടുതലാണ്. സൊല്യൂഷനും അതായത് റെസൊല്യൂഷനും വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. മറ്റുള്ള നമുക്ക് റെസൊല്യൂഷൻ കുറവാണ്. റെസൊല്യൂഷൻ ഇല്ലെങ്കിൽ കൺവെർജൻസ് പ്രോബ്ലം വരും. അതായത് കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റിയുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ റെസൊല്യൂഷനും കുറവാണ്, പിന്നെ എക്സ്പെൻസ് കൂടുതലുമാണ്. അതാണ് മെയിൻ പ്രോബ്ലം. കൺവെർജൻസ് പ്രോബ്ലവും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കളർ CRT മോഡലിൽ പഠിക്കാനുള്ളത്. കളർ CRT മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ രണ്ട് മെത്തേഡുകൾ ഏതൊക്കെയാണ്, ആ ഓരോ മെത്തേഡും എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താണ്. അതിന് ഷാഡോ മാസ്കിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട വർക്കിങ്ങും അറേഞ്ച്മെൻറ്റും കൃത്യമായിട്ട് പറയണം. അറേഞ്ച്മെൻറ്റ് ട്രയാഡും ഇൻലൈനും പ്രത്യേകം പറയണം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.